കണ്ടേ നയനവും കൊണ്ടേറ്റം വിണ്ടേ അരയെന്ന പിട പോലെ ഉളരുമ്പോൾ കവിളിലെ ബദറുതി നൂറേറ്റം സുരപതി ഉള്ളിയായി നിണ്ടൂറ്റം ആ ഊറ്റമിലായ മലമഞ്ചി ഉദിമതിയായൊരു പുകലഞ്ചി സുരമിലെ പൊലിവിൽ മൈലാഞ്ചി സുരലോക നിധിയാ മൈലാഞ്ചി പരിശങ്കും പിരിശത്തിൽ നിധിയല്ലേ പരിശുദ്ധ ദീനിലെ മലരല്ലേ അത് ഗുണമന്നവിയെ കണ്ടില്ലേ അഹദോന്റെ ആറ്റല ഇന്ദില്ലേ ഇന്ദേ മന്ദാര ബീവി നല്ലേ ചിന്താര പൂവി ആശിക്കായ്ക്കാനോ തിന്നാളിൽ ദുൽദുലി മാറിൻ വന്നില്ലേ വന്നത് ദുൽഫുക്കർ ചിത്തിരമല്ലേ ബിന്ദിതിൽ പൂത്തൊരു ഉത്തമരല്ലേ സുന്ദരരായൊരു തോളനുമല്ലേ ൊരു ശീലുമാണി ഹൃത്താകയും നേശമാണി പവീര ചുണ്ടിൽ ഹുബിൽ ചേന്തിശൽ മോളി തീർന്നില്ല. ഓക്കെ, നമുക്ക് മണവാട്ടിയുടെ പേരൊന്ന് ചോദിക്കാം. ഏതായാലും പേരെന്താണ്? ശിവാനി. ശിവാനി, ആദ്യമായിട്ടാണോ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുന്നത്? അല്ല, സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടല്ല, പക്ഷെ ഒപ്പനയ്ക്ക് ആദ്യമായിട്ടാ. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് ആഭരണങ്ങളുണ്ട്, മേനി നിറയെ ആഭരണങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അണിഞ്ഞൊരുങ്ങണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, സിമ്പിളായിട്ടൊരു കല്യാണം മതിയുള്ളൂ. ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ സ്വർണ്ണമൊക്കെ ധരിച്ച് നിൽക്കുന്നതിനോട് എന്താ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം? നല്ലതാണ്, ഒരു ദിവസത്തേക്കുള്ള ആഡംബരങ്ങളല്ലേ അതൊക്കെ. ശരിക്കും സ്വർണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എങ്ങനെ? അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ അല്ലേ, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ. തീർച്ചയായും അങ്ങനെയുള്ള പല പല അഭിപ്രായങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. മറ്റൊരു കാഴ്ച കൂടെ കാണിക്കാം. സൈഫു, ജിൽസി, ഒരു ചെറിയൊരു കൊച്ചുമിടുക്കം കൂടെ ഉണ്ട്. പേരെന്താ? ഈസ എന്നാണ് പേരല്ലേ? എന്താ? ഈസാണ്. എന്താ ഇവിടെ എന്തിനാ വന്നത്? ഒപ്പനക്കോ? ഒപ്പന കാണാൻ വന്നാണോ? ഒപ്പന ഇതൊക്കെ ആരാ? താത്തമാരാ? ഈസ പാട്ട് പാടുവോ? ഏത് പാട്ടാ പാടുക? എന്നാ കണ്ണും കണ്ണും ഒന്ന് അടിപൊളിയായിട്ട് പാടിക്കേ. കണ്ണും കണ്ണും കാട്ടിരുന്നു പള്ളിയോട് പയ്യടിന കാടോട് കേട്ടിരുന്നു കണ്ണും കണ്ണും കാട്ടിരുന്നു പള്ളിയോട് പയ്യടിന കാടോട് കേട്ടിരുന്നു. ഈസ അടിപൊളിയായിട്ട് പാടി, അടിപൊളിയായിട്ട് അല്ലേ? ഈസ കഴിഞ്ഞ വർഷം എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചുമിടുക്കം കൂടിയാണ്. കഴിഞ്ഞ വർഷം കോൽക്കളി വേഷമൊക്കെ കെട്ടിയായിരുന്നു വന്നത് അല്ലേ? ഓർമ്മയുണ്ടോ ഈസക്ക്? എവിടെ കോലൊക്കെ എവിടെ? കോലും തുണിയൊക്കെ എടുത്ത് വന്നിരുന്നല്ലോ, വലിയ ബെൽറ്റൊക്കെ കെട്ടി വന്നിരുന്നല്ലോ. ഈ പ്രാവശ്യം വീട്ടിലാണോ? എടുത്തില്ലേ? നമുക്ക് ഇപ്രാവശ്യം നാളെ വരുമ്പോ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയും TV കാണിക്കാം കേട്ടോ. അപ്പൊ അടിപൊളിയാക്കാം. ഏത് ക്ലാസ്സിലാണ് ഈസ പഠിക്കുന്നത്? പ്ലേ സ്കൂളിലാണോ? വലിയ കുട്ടിയായിട്ട് കലോത്സവത്തിനൊക്കെ വരണം കേട്ടോ. കലോത്സവത്തിന് വന്നിട്ട് എന്താ പാട്ട് പാടാണോ ചെയ്യാ? കോൽക്കളിക്കാണോ വരിക? എന്തിനാ വരിക? കോൽക്കളി ഇഷ്ടാണോ? ഏതായാലും ഈ കൊച്ചുമിടുക്കനെ കണ്ടില്ലേ ഈസക്ക് എത്ര വയസ്സുണ്ടോ? 4 വയസ്സ്. നിങ്ങളുടെ മകനാണല്ലേ? അല്ല, എന്റെ സഹോദരന്റെ മകനാണ്. ഈസക്ക് 4 വയസ്സ്. കഴിഞ്ഞ വർഷം 3 വയസ്സിൽ അതെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കലാമേളയൊക്കെ കണ്ട് ഈ പ്രാവശ്യം ഒപ്പന ടീമിന്റെ കൂടെയാണ്, കഴിഞ്ഞ വർഷം കോൽക്കളി ടീമിന്റെ കൂടെയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചുമിടുക്കരെ കൂടി നമുക്ക് ഈ കലോത്സവ വേദികളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. അങ്ങനെ പല പല വൈവിധ്യമാർന്ന കൗതുകമാർന്ന കാഴ്ചകൾ കൂടി ഈ കലോത്സവ വേദിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുണ്ട്. സൈഫു, ജിൽസി.